നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ നമ്മുടെ ചികിത്സ, ഇവിടെ നൽകുന്ന ചികിത്സ ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളോടും കിടപിടിക്കുന്നതാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങ് ഒരു പ്രവാസിയാണ്. മിഡിൽ ഈസ്റ്റിൽ, UAE-യിലും യൂറോപ്പിലും ഒക്കെ ജീവിച്ച് പരിചയമുണ്ട്, അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നതിനകത്ത് ഒരു ചെറിയ പെശക് കൂടിയുണ്ട്. കാരണം ഈ നമ്പർ 1 കേരളത്തിൽ നിന്ന് ഇവരൊക്കെ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള അങ്ങേക്ക് ഇതൊന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കും. എന്താണ് ഈ കേരളവും യൂറോപ്പും അല്ലെങ്കിൽ UAE-യും ഒക്കെ ആയിട്ടുള്ള ഈ ചികിത്സാ രംഗത്തെ സാമ്യത അല്ലെങ്കിൽ വ്യത്യാസം, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ അതിനകത്ത് വലിയ ഉറപ്പില്ല എന്ന് തെളിയിക്കുന്നതാണ്. നമ്മൾ ഈ സമീപ ഭാവിയിലും നമ്മുടെ എല്ലാം അനുഭവത്തിലും രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ അതിസമ്പന്നരായിട്ടുള്ള ആളുകളും എല്ലാം ചികിത്സയ്ക്ക് പുറത്തു പോകുന്നത്. ഈ പുറത്തു പോയി ചികിത്സിക്കുക എന്ന് പറയുന്നൊരു അപരാധമല്ല. അത് ഏത് രീതിയിലാകുമ്പോഴാണ് വിമർശന വിധേയമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ താങ്കൾ നമ്മുടെ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് ലോകത്തെ ഏത് സംവിധാനത്തെയും ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അതെ, നേരെ മറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഏറ്റവും മികച്ചതാണെന്ന് പറയുകയും അതേസമയം ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയത്ത് അതിനെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചമായിട്ടെന്ന് അവർക്ക് തോന്നുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പോകുമ്പോഴാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ അങ്ങിപ്പോൾ പറഞ്ഞ ആ പൊരുത്തക്കേടിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഈ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ അവിടുത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ലോകത്തെ എല്ലായിടത്തും ചികിത്സ നല്ലതാണ്. നമ്മൾ ഒരു സ്ഥലത്തെ ചികിത്സ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ പൊതുവെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സയ്ക്ക് ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അതെ, അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ താരതമ്യേന ചെലവ് കുറവാണ്. നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചൈനയിലോ ക്യൂബയിലോ അല്ലെങ്കിൽ വിയറ്റ്നാമിലോ ഇതോ അല്ലെങ്കിൽ തുർക്കിയിലോ ഒന്നും പോയി ചികിത്സ നടത്തുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആളുകളെല്ലാം പോകുന്നത് ഒന്നുകിൽ UK അല്ലെങ്കിൽ USA, ഇവിടെയൊക്കെ പോയിട്ടാണ് ചികിത്സിക്കുന്നത്. ഓസ്ട്രേലിയയിൽ പോയി ചികിത്സിക്കുന്നവരും ഉണ്ടാകാം. അത് ഓരോ സ്ഥലത്തും ഓരോ ചികിത്സാ രീതിക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങളിൽ തുർക്കി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റുമായിട്ട് വൈദഗ്ധ്യമുള്ള ഒരു ചികിത്സ അവിടെ കിട്ടുന്നുവെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും പറയുകയും അവിടെ എല്ലാം പോയിട്ട് ഈ ചികിത്സ തേടുകയും ചെയ്ത ആളുകളെ എനിക്കറിയാം. അതെല്ലാം അവരുടെ സ്വന്തം ചെലവിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം അത് സ്വീകരിക്കാനുള്ള അവകാശം അവർക്ക് കൊണ്ട് തരും. നേരെ മറിച്ച് ലോകത്തെ ഏറ്റവും നല്ല സംവിധാനം ഇവിടെ ഉണ്ടെന്ന് പറയുന്ന അതേ സമയം സ്വന്തം ചെലവിലല്ലാതെ, അതാണ് ഏറ്റവും പ്രത്യേക പോയിന്റ് എന്ന് പറയുന്നത്, സ്വന്തം ചെലവിലില്ലാതെ സർക്കാർ ചെലവിൽ നമ്മുടെ സാധാരണക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇത് തേടുന്നതിന് മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ പൊതുവെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ചികിത്സ തേടി വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇവിടുത്തെ സംവിധാനവും അതേപോലെ തന്നെ ഇവിടുത്തെ ചികിത്സാ ചെലവ് താരതമ്യേന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതും കൂടി കൊണ്ടാണ് കേരളത്തിലും ആ വില കുറഞ്ഞ അല്ലെങ്കിൽ താരതമ്യേന ചെലവ് കുറഞ്ഞ ചികിത്സാ രീതി നല്ലതാണ്. പക്ഷെ അതിനെ നമ്പർ 1 എന്നുള്ള ഇമേജിലേക്ക് കൊണ്ടുവയ്ക്കുകയും നമ്പർ 1 അല്ല എന്ന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, മാലിദ്വീപിൽ നിന്നുമൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളെയും നമ്മുടെ സർക്കാർ ആശുപത്രികളെയും അവർ സമീപിക്കുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുറച്ചുകൂടെ പഴയ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ വരെ അവർ വന്ന് ചികിത്സ തേടുന്ന കാഴ്ചകൾ, പലപ്പോഴും ഓപ്പറേഷനുകൾ, അതുപോലെ പ്രസവം, ഇതിനൊക്കെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും മുൻകാലങ്ങളിലും നമുക്ക് ഈ നേട്ടങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മളിത് പറയുകയും എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അത് എല്ലാ സമയത്തും ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രത്യേക വിഭാഗം എപ്പോഴും ഈ തൊഴിലിൽ വേറെ ഒരു തൊഴിലും ചെയ്യാതെ സർക്കാരിനെ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചകളെ
ചൂണ്ടിക്കാണിക്കുന്നവരെ അപമാനിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നതാണ് ഏറ്റവും കഷ്ടം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയും ഒപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഹാരിസ്, അതെ, ഹാരിസ് ചിറക്കൽ, ഈ ഒരു പ്രശ്നം പെട്ടെന്ന് നമ്മുടെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതും സർക്കാരിന്റെ സംവിധാനങ്ങളെ അത്ര കാര്യക്ഷമമല്ല, അതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച്, സ്വാഭാവികം അത് അവരുടെ ജോലിയുടെ ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു സിസ്റ്റം, നേരത്തെ ഫെയിലിയർ എന്ന് ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള മന്ത്രിമാരോ പറയുന്ന സിസ്റ്റം ഫെയിലിയർ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് സിസ്റ്റം ഫെയിലിയർ ആണോ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ആണോ എന്നുള്ളതാണ്. അത് സിസ്റ്റം ഫെയിലിയർ ആകുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ഫെയിലിയർ ആയത്, അതെ ആ ഫെയിലിയർ ആക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചാണോ, നമ്മൾ വേറൊരു ചർച്ചയിൽ സംസാരിക്കേണ്ടി വരും. ഏറ്റവും ഇത് പറയാനായിട്ട് അർഹതയുള്ള ആളുകൾ ഈ സിസ്റ്റത്തിലുള്ള ആളുകളാണ്. അവരുടെ വിമർശനങ്ങളെ നമ്മൾ പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും അല്ലേ, ആ പോസിറ്റീവ് ക്രിറ്റിസിസത്തെ മനസ്സിലാക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയിലല്ല നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം കഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ അങ്ങ് പറഞ്ഞതുപോലെ കോട്ടയത്തെ വിഷയത്തിലേക്ക് വരാം. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു. ശരിക്കും അപ്പുറത്ത് 8 നിലകളുള്ള ഒരു ബ്ലോക്ക് സന്നാഹങ്ങളോടും കൂടി സജ്ജമായിരിക്കുകയാണ്. ഇനി അതൊന്ന് തുറന്നു കൊടുത്താൽ മതി. അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ എണ്ണം, വാർഡുകളുടെ എണ്ണം, കിടക്കകളുടെ എണ്ണം ഒക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് ചെയ്യാതെ മനഃപൂർവ്വം ഈ കെട്ടിടത്തിൽ തന്നെ ഈ ജീർണിച്ച് 2013 തന്നെ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു, അപകടത്തിലാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത ഒരു കെട്ടിടത്തിൽ ആൾക്കാരെ താമസിപ്പിക്കുന്ന ഈ ക്രൂരത ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ 8 നിലകളുള്ള ഈ ബ്ലോക്ക് തുറന്നു കൊടുത്തില്ല എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എന്നല്ല നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. കാലാകാലങ്ങളായി ഉത്തരവാദിത്തമില്ലാത്ത, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഒരു ബ്യൂറോക്രസി സംവിധാനം. അത് ബ്യൂറോക്രസി എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ അവരുടെ ഒരു നിഷ്ക്രിയമായിട്ടുള്ള പ്രവർത്തനം, ഈ കെട്ടിടം തകർന്നതിന് ശേഷം അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ സൂപ്രണ്ടോ പ്രിൻസിപ്പളോ ആരൊക്കെ വന്നായിട്ട് ഞാൻ കണ്ടു. ഈ ഉത്തരവാദിത്വ ബോധം, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അതിനകത്തൊന്നും നമ്മൾ ആരുടെയും പ്രാഗൽഭ്യത്തെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് സംശയം പ്രകടിപ്പിക്കാനോ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം പുള്ളിക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല? ബിൽഡിംഗ് തകർന്നു വീണ ഞാൻ എൻ്റെ ഉത്തരവാദിയാണെന്ന് പറയുന്നതിനകത്ത് ഒരു സാങ്കത്യക്കുറവുണ്ട് അല്ലേ? ഈ കഷ്ടനഷ്ടങ്ങളിൽ പുള്ളി വ്യക്തിപരമായിട്ട് സമാധാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ കീഴിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനകത്തുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ സർക്കാർ ശമ്പളം മേടിക്കുന്ന നിങ്ങൾ ഉത്തരവാദിയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് ഇന്നല്ലെങ്കിൽ നാളെ സമാധാനം പറയേണ്ടി വരുമെന്നും ഈ രാഷ്ട്രീയക്കാർ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നത് പോലെ പെൻഷൻ മേടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ വക കാര്യങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.